ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഏർവാടിക്ക് പോകുന്നതിൻ്റെ വീഡിയോ നമ്മൾ കാണിച്ചില്ല, അതിൻ്റെ രണ്ടാം പാട്ടാണ് കേട്ടോ. കാരണം ഇന്നലെ ഫുള്ള് കാണിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്ന് വെച്ചിട്ടായിരുന്നു. അങ്ങനത്തെ നമ്മൾ പിന്നെ ഏർവാടിയിലെത്തി റൂമൊക്കെ എടുത്തു. അതിന് ശേഷം എല്ലാവരും കൂടി റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ നമ്മളെ വ്ളോഗിൽ ഈ സീൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് അത് ഒന്നും കൂടി ഇതിൽ ആഡ് ചെയ്താണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഏർവാടി സിയാർത്ത് വീഡിയോ മുതൽ തുടങ്ങല്ലേ. അപ്പോൾ ഇതിൻ്റെ തുടക്കം ഇതായിരുന്നു കേട്ടോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഈ സീൻ ഒന്നും കൂടി ഉൾപ്പെടുത്തിയത്. അങ്ങനത്തെ ഞങ്ങളിത് റൂമിലെത്തിയിട്ടോ. പിന്നെ ഈ റൂമിൽ ഒരു കട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മൊത്തം 3 റൂമാണ് എടുത്തത്. രണ്ടാമത്തെ റൂമാണ് കേട്ടോ ഇതിൽ 2 കട്ടിലും ഉണ്ട്. പിന്നെ ഒരു ഹാളാണ് കേട്ടോ. അങ്ങനെ വലിയൊരു ഹാള്. ഇതിൽ ഒരുപാട് റൂംസ് ആളുണ്ട് കേട്ടോ. അങ്ങനത്തെ ഞങ്ങൾ റൂമിലൊക്കെ എത്തി കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏർവാടിക്ക് സിയാർത്ത് ചെയ്യാൻ വേണ്ടി ഒരുങ്ങാണ് കേട്ടോ. എൻ്റെ ഫിനിമോളുടെയും കുളിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഫ്രഷ് ആയിട്ട് അപ്പോൾ അവളുടെ മുടി കെട്ടി കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഷിബിലി മോനും ഡ്രസ്സൊക്കെ മാറ്റി ജുബൊക്കെ ഇട്ട് സുന്ദര കുട്ടപ്പനായിട്ട് പിന്നെ ഞാനും റെഡി ആവുകയാണ്. ഇപ്പോൾ സമയം ഒരു 7:30 ആയിട്ടിട്ടുണ്ട്. അപ്പോഴേക്കും ഞങ്ങളെല്ലാവരും പിന്നെ ഫ്രഷായി ഏർവാടിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിട്ടാണ്. അപ്പോൾ വന്ന പാട് ഒന്ന് സിയാർത്ത് ചെയ്യാമെന്ന് വെച്ചോ. വരുമ്പോൾ പിന്നെ ഞങ്ങളൊരു സിമ്പിൾ ഡ്രസ്സൊക്കെ ആയിരുന്നു കേട്ടോ ഇട്ടിരുന്നത്. ഇവിടെ വന്നതിന് ശേഷം പർദ്ദൊക്കെ ഒന്ന് ഇടാമെന്ന് വെച്ചു. പിന്നെ ഇതാണ് കേട്ടോ 3ാമത്തെ റൂം. ഇതിൽ ഫുള്ള് ആണുങ്ങളാണ്. നമ്മളെ ഇക്കയും പിന്നെ അടുത്ത വീട്ടിലെ കാക്കയും അവരൊക്കെയാണ് കേട്ടോ ആ റൂമിലുള്ളത്. അതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫുള്ള് മണലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാമിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ ചെരുപ്പ് ഇടാനും പാടില്ല. അപ്പോൾ ചെരുപ്പ് ഊരി വെക്കുന്നിടത്ത് നമ്മൾ 20 രൂപ കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, നമ്മളെ റൂമും പിന്നെ പള്ളിയും കുറച്ച് വിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ രാത്രിയല്ല മണൽ പിന്നെ ചൂടൊക്കെ കുറവായിരിക്കില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്തു, റൂമിൽ തന്നെ എല്ലാവരും ചെരുപ്പ് ഊരി വെച്ചു കേട്ടോ. എന്നിട്ട് ചെരുപ്പ് ഊരി വെച്ചിട്ടാണ് കേട്ടോ ഈ നടന്നു പോകുന്നത്. ഞാനും നമ്മൾ ഫിലിമോളും ഷിബിലിമോനൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഏർവാടി കാണുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വല്ലാത്തൊരു കൗതുകം തോന്നിയിട്ട് ഇവിടെയൊക്കെ കണ്ടപ്പോൾ ഫുള്ളും ചുറ്റുഭാഗം ഓരോ കച്ചവടക്കാരാണ് കേട്ടോ. ഇവിടെ ഓരോ സാധനത്തിനും അത്യാവശ്യം വിലയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ അൽഹംദുലില്ലാഹ് ഞങ്ങൾ ഏർവാടിയിലെത്തി. നമ്മൾ ഷിബിലിമോനും കുട്ടിപ്പട്ടാളങ്ങളൊക്കെ കൂടി ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ വീഡിയോ ഒന്നും എടുക്കാനുള്ള പെർമിഷൻ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തെന്നുള്ളൂ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാലാണെന്നുണ്ടെങ്കിൽ ഓരോ ആൾക്കാർ അസുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വീഡിയോ എടുക്കാനൊന്നും തോന്നൂല കേട്ടോ. രാത്രി ആയതുകൊണ്ട് തന്നെ നല്ലോണം തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് സിയാർത്തൊക്കെ കഴിഞ്ഞ് വന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ റൂമിൻ്റെ മുകളിൽ വെച്ചിട്ടാണ്. അങ്ങനത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു എല്ലാവരും കിടന്നുറങ്ങിയിട്ട്. അതിന് ശേഷം പുലർച്ചെ 4 മണിക്കുള്ളൊരു സീനാണ് ഇട്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്താണെന്നാവോ ഉറക്കേ കിട്ടിയില്ല കേട്ടോ. അങ്ങനെ 4 മണിക്ക് ഇങ്ങനെ ഞാൻ പുറത്തേക്കൊന്ന് വന്ന് നോക്കിയതാണ്. അപ്പോൾ കണ്ടതാണ് ഇട്ടത്. അങ്ങനത്തെ അൽഹംദുലില്ലാഹ് നേരം വെളുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഒന്നും കൂടി ഏർവാടിയിൽ പോയിട്ട് സിയാർത്ത് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. രാത്രിയും രാവിലെയും പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മഗ്‌രിബിന് ശേഷം പോയപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർക്ക് അസുഖങ്ങളുണ്ട് കേട്ടോ. അവർ മക്ബറിൻ്റെ ചുറ്റുഭാഗം ഇങ്ങനെ ഓടുന്നുണ്ട്, ഓരോന്ന് പറയുന്നുണ്ട്, ഓരോന്ന് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇക്കൊക്കെ പറഞ്ഞ് രാവിലെ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു അസുഖം ഉണ്ടാവില്ല, ഒരു കുഴപ്പമുണ്ടാവില്ല, ഇനി നമുക്ക് രാവിലെ പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ രാവിലത്തെ കാഴ്ചയും കൂടി ഒന്ന് കാണാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ രാവിലെ വീണ്ടും ഒന്നും കൂടി പോകുന്നത്. ഇന്നലെ മഗ്‌രിബിക്ക് പോയപ്പോഴേ നമ്മൾ ഫിനിമോൾക്കും കൂടെയുള്ള കുട്ടികൾക്കൊക്കെ നല്ലോണം പേടിയായിട്ടുണ്ട്. കാരണം അവിടുത്തെ ആൾക്കാരെ കണ്ടപ്പോൾ അവർ ഓരോന്ന് പറയുന്നതും ചെയ്യുന്നതൊക്കെ കണ്ടപ്പോൾ അവർക്ക് നല്ലോണം പേടിയിട്ട് അവരൊക്കെ പോകാൻ വെച്ച് റൂമൊക്കെ പോകാമെന്ന് പറയുമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഇന്നലെ മഗ്‌രിബിക്ക് തന്നെ പോന്നു കേട്ടോ. ഫിനിമോൾക്കൊക്കെ നല്ലോണം പേടിയുണ്ട്. കാരണം രാവിലെ പോകുമ്പോഴും കാരണം ഇന്നലെ വൈകുന്നേരം കണ്ട ആളുകളൊക്കെ അവിടെ ഉണ്ടാവും എന്നൊക്കെയാണ് കേട്ടോ പോകുമ്പോഴേ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അവരൊന്നും ഉണ്ടാവില്ല, അവരെ രോഗമൊക്കെ ഷിഫായിട്ടുണ്ടാവും, നമ്മൾ വീണ്ടും ഒന്നും കൂടി കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് ഞങ്ങൾ വീണ്ടും ഇബ്രാഹിം ബാദുഷാ തങ്ങളുടെ മക്കാമിലെത്തിയിട്ടോ. എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു കേട്ടോ പിന്നെ ഏർവാടി പോയിട്ടൊന്ന് സിയാർത്ത് ചെയ്യാൻ. പക്ഷെ ഒരു വട്ടം കണ്ടപ്പോഴാണ് അവിടുത്തെ ആൾക്കാരെ സ്ഥിതിഗതികൾ കണ്ടപ്പോഴേ ഭയങ്കര വിഷമം തോന്നിയിട്ടോ. അവിടുന്ന് കുറേ മൗലൂദും പിന്നെ യാസീനൊക്കെ ഓതി സിയാർത്ത് ചെയ്തു ഞങ്ങളെല്ലാവരും കൂടി. പിന്നെ അൽഹംദുലില്ലാഹ് വീണ്ടും റൂമിലേക്ക് വന്നതിന് ശേഷം കുളിച്ച് ഫ്രഷ് ആയിട്ട് അടുത്ത മക്കാമിലേക്ക് പോകാൻ കേട്ടോ. അടുത്ത മക്കാമി എന്ന് പറയുന്നത് വാൽനോക്ക് എന്ന സ്ഥലത്തുള്ള ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ പിന്നെ മക്കാമിലേക്കാണ്. ഏർവാടി കാണാത്തവരൊക്കെ ഒന്ന് ഒരു വട്ടമെങ്കിലും
ഒന്ന് കാണണം കേട്ടോ. കാരണം അവിടുത്തെ സ്ഥിതി അങ്ങനെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോരോ ആൾക്കാർ പിന്നെ മണലിൽ കടന്ന് ഉരുളുന്നതും പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയോ പറയണേ ചെല്ലണേ നമുക്ക് സഹിക്കാൻ പറ്റും. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കൂടി നമ്മൾ നോക്കണം, കൈവിട്ട് പോകുന്നത് നോക്കണം. പിന്നെ അവർക്ക് പേടിയാവും, അത് നമ്മൾ ശ്രദ്ധിക്കണം. നല്ല ബുദ്ധിമുട്ടുള്ള റിസ്ക്കുള്ള സംഭവം തന്നെയാണ് കേട്ടോ അത്. അങ്ങനത്തെ വാൽനോക്ക് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ മക്കാമിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. ഉപ്പാണ് കേട്ടോ ഈ കൂട്ടിയിട്ടിരിക്കുന്നത്, ഉപ്പ് ഫാക്ടറിയാണ്. ഇവിടെ നമുക്ക് ഇറങ്ങി കാണാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ ഫോണിൽ പോകുമ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴേ ഇതാ കണ്ടില്ല, പാടത്ത് വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയിട്ട് അതിലിങ്ങനെ പിന്നെ വെള്ള കളറായി നിൽക്കുന്ന ഉപ്പും വെള്ളം കൂടിയാണ് കേട്ടോ. ഇത് പിന്നെ എങ്ങനെയൊക്കെയോ ഫിൽറ്റർ ചെയ്ത് ഒക്കെ ആണ് കേട്ടോ നമ്മൾക്ക് പാക്കായി കിട്ടുന്നത്. ഏതായാലും അൽഹംദുലില്ലാഹ് ഏർവാടി പോയിട്ട് നല്ലോണം ദുആ ചെയ്തു, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തു കേട്ടോ. നമ്മൾ ഏർവാടിക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ ഫാമിലിക്കാരും പിന്നെ ഒരുപാട് ആളുകൾ നമ്മളോട് ദുആ ഒക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. പിന്നെ എല്ലാ മക്കാമിലും പോയിട്ട് നമ്മൾ അടുത്ത വീട്ടിൽ ഇക്കന്നായിരുന്നു കേട്ടോ പിന്നെ ദുആ ചെയ്തത്. ഞങ്ങളെ കൂടെ ആമീൻ പറയുകയും ചെയ്തു. പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇരുന്നിട്ട് പിന്നെ കുറേ ഓതിയും ദുആ ഒക്കെ ചെയ്തു കേട്ടോ. രാവിലെ നമ്മൾ സിയാറത്തിന് പോയപ്പോൾ പിന്നെ അവിടെ കൂടുതൽ ആളുകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് കൂടുതൽ നേരം അവിടെ ഇരുന്നിട്ട് സിയാർത്ത് ചെയ്തു കേട്ടോ. ഏതായാലും ഏർവാടി സിയാർത്ത് ഒരു മറക്കാനാവാത്തൊരു അനുഭവം കൂടിയായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ഓരോ അസുഖക്കാരുടെയും സ്ഥിതിഗതികൾ കണ്ടപ്പോഴേ വല്ലാത്തൊരു സങ്കടം കൂടി തോന്നിയിട്ടാ. പിന്നെ ഏതായാലും കുറേ ദുആ ചെയ്തു. അവിടെ നിന്ന് എന്താണെന്ന് വെച്ചാൽ ആർക്കും അള്ളാഹു ഇങ്ങനത്തെ ഒരു അസുഖങ്ങൾ തരാതിരിക്കട്ടെ. ഇനി അവിടെ തന്നവർക്ക് ഇങ്ങനത്തെ അസുഖം കൊടുത്തവർക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് കൂടിയുണ്ട് ഞാൻ അവിടുന്ന് ദുആ ചെയ്തത്. അങ്ങനെ അൽഹംദുലില്ലാഹ് ഞങ്ങൾ വാൽനോക്കി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടോ. ഇവിടെ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടിട്ട് 1.5 കിലോമീറ്ററോളം ഇവിടേക്ക് നടക്കണം കേട്ടോ. പൊരി വെയിലും കൂടിയാണ്, എന്തൊരു വെയിലാന്ന് പറയുന്നത്. കടൽ തീരല്ലേ, അപ്പുറത്ത് കടലാണ്, അതിൻ്റെ അടുത്താണ് കേട്ടോ ഈ മക്കാമ് കിടക്കുന്നത്. പിന്നെ ഇവിടെയും തന്നെ മക്കാമിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെരുപ്പ് ഊരിയിട്ടോ ഉള്ളിലേക്ക് കയറുക. മക്കാമ് വരെ നമ്മൾ ചെരുപ്പ് ഇട്ടിട്ടാണ് പോയത്. ഏർവാടിയിൽ നിന്ന് ഈ വാൽനോക്ക് മക്കാമിലേക്ക് 20 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഏർവാടിയിൽ നിന്ന് ചെറുതായിട്ടൊരു ചായയും പിന്നെ പൊരിക്കടിയാണ് കേട്ടോ തിന്നത്. പിന്നെ ഈ മക്കാമിലേക്ക് വന്നതിന് ശേഷം നമുക്ക് കാര്യമായിട്ട് ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ലഘുവായിട്ട് കുടിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. ഇവിടെ ഞങ്ങൾ വെയിലാകുമ്പോഴേക്ക് എത്തണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഏർവാടിയിൽ നിന്ന് പോകുന്നത്. ഇവിടെ എത്തിയപ്പോഴേ ആയിട്ടുണ്ട് സമയം 10 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കത് നല്ലോണം വെയിൽ വന്നിട്ടുണ്ട്. ഏതായാലും ഈ സിയാറത്ത് ഞങ്ങളുടെ ഒരു മറക്കാനാവാത്ത ഒരു അനുഭവം കൂടി ആയിരുന്നു കേട്ടോ. ഫിനിമോളും മറ്റുള്ള കുട്ടികളൊക്കെ അപ്പോഴും ചോദിക്കുന്നത് ഇവിടെ ഉണ്ടാകുമ്പോൾ അങ്ങനത്തെ വയ്യാത്ത ആൾക്കാർ എന്നൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഒന്നും ഉണ്ടാവില്ല, നമ്മൾ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ പോണത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കടലിൽ തിരമാല ഈ സൈഡിൽ കുറവാണ് കേട്ടോ. ഇതിൻ്റെ പിന്നെ മക്കാമിൻ്റെ അവിടെയുള്ള ആ ഭാഗത്ത് നല്ലോണം തിരമാല ഉണ്ട്. അങ്ങനെ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ നടന്നു കാലിലൊക്കെ നിറയെ മണലാണ് കേട്ടോ. ഡ്രസ്സിലൊക്കെ ആയിട്ടുണ്ട്. മക്കാമിൻ്റെ ഉള്ളിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ കൂടുതലൊന്നും വെള്ളമാക്കല്ലേ എന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ കുട്ടികളോട്. അങ്ങനെ അൽഹംദുലില്ലാഹ് വാൽനോക്ക് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ മക്കാമിലെത്തി. ഇത് ഒരു ചെറിയൊരു മക്കാമാണ് കേട്ടോ. ഇവിടെയുണ്ട് കേട്ടോ ഇങ്ങനെ അസുഖമുള്ള ആൾക്കാർ ഓരോന്ന് പറയുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അത് കണ്ടിട്ട് കുട്ടികൾ അപ്പോഴും തന്നെ പേടിച്ചു. പിന്നെ അത് അവിടുത്തെ സിയാറത്തൊക്കെ കഴിഞ്ഞ് പോന്നു. ഇവിടെ കുടിക്കണ ഒരു വെള്ളമുള്ളൊരു കിണറാണ് കേട്ടോ. ഇവിടുന്നത് നമ്മൾ പിന്നെ ഈ വെള്ളം എടുത്തുകൊണ്ട് വെള്ളം കുടിച്ചിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ അസുഖം ഷിഫയാകുമെന്നാണ് കേട്ടോ ഇവിടെ പറയുക. ഈ മക്കാമിൻ്റെ ഉള്ളിലും തന്നെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല, അതുകൊണ്ടാണ് ശരിക്കും ഞാൻ വീഡിയോ എടുക്കാത്തത്. പിന്നെ ഇവിടെ താമസിക്കുന്ന ആൾക്കാർ ഭക്ഷണം ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇത് അവരുടെ പിന്നെ വീടുമാണ്. ഇത് ചെറിയ ഓരോ വീടുകളായിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ കണ്ട കടലിൻ്റെ അപ്പുറത്തെ സൈഡിലത്തെ കടലാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ നല്ല ഫോഴ്സ് കൂടുതലാണ്, തിരുമാനമൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ പോയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലാണ്. അതുകൊണ്ട് എല്ലാവരും ക്ഷീണിച്ചിട്ടിട്ട് എല്ലാവരും വെള്ളം കുടിച്ചിട്ടും ആർക്കും പൂതി തീരുന്നില്ല കേട്ടോ. എല്ലായിടത്തും ഞങ്ങൾ പോകുന്നിടത്തുനിന്നൊക്കെ ഞങ്ങൾ വെള്ളം കുപ്പി എടുക്കും, ക്യാനെടുക്കും, അത് നിറക്കും. അങ്ങനെ ആയിരുന്നു കേട്ടോ സ്ഥിതി. അങ്ങനെ എല്ലായിടത്തും തിരിച്ച് വന്ന് സിയാറത്തൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം വിശ്രമിക്കാൻ വേണ്ടി മരത്തിൻ്റെ ചോട്ട് നിന്നതാണ് കേട്ടോ. എനിക്ക് 2 കാലിലും വെരിക്കോസ് ഉള്ളതല്ലേ, നടക്കാനും നിൽക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കൂടിയാണ് കേട്ടോ എനിക്ക്. എന്നാലും അൽഹംദുലില്ലാഹ് ഞാൻ കുറേ അവർ നടന്ന പോലെ തന്നെ ഞാനും നടന്നിട്ട്. എന്നാലും അൽഹംദുലില്ലാഹ് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നെ നമ്മൾ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ചൊക്കെ സഹിക്കും വേണ്ടേ. അങ്ങനത്തെ അൽഹംദുലില്ലാഹ് നമ്മൾ വാൽനോക്ക് മക്കാമിൽ സിയാറത്ത് ചെയ്ത് ഇറങ്ങി വീണ്ടും പിന്നെ ഏർവാടിയിലെത്തിയിട്ട് ചായ കുടിക്കാൻ വേണ്ടി പോവാണേ.
അപ്പോഴേക്കത് നടന്നിട്ടുള്ള സീനാണ് കേട്ടോ ഈ കാണുന്നത്. ആകെ മണലാണ് കേട്ടോ, എല്ലാവരും കാൽമേലുണ്ട്. പിന്നെ ഡ്രസ്സുമേലും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഷിബിലിമോന് പറയാണ് കേട്ടോ, എല്ലാവരും കോൽപ്പണി കഴിഞ്ഞ് വരികയാണെന്ന് പറയായിരുന്നു കേട്ടോ. അവനക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു തമാശ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ട് ഒപ്പിക്കണ്ടേ. അങ്ങനത്തെ അതൊക്കെ ഒന്ന് ശരിയാക്കിയതിന് ശേഷം ഞങ്ങളിതേ ഹോട്ടലിലേക്ക് കയറിയിട്ടോ. അവിടെ ദോശയും പിന്നെ മുട്ടക്കറി, ഗ്രീൻ പീസ് കറി, പൊറോട്ട ഒക്കെ ആയിരുന്നു കേട്ടോ. വേണ്ടവർക്ക് ഏതാണെന്ന് വെച്ചാൽ കഴിച്ചോട്ടെ വിചാരിച്ചു അത് കഴിച്ച് ഞങ്ങളിത് എല്ലാം റെഡി ആയതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഇത് ഏർവാടിയിൽ നിന്ന് കുറച്ചുകൂടി പോയാലുള്ള കാട്ടു പള്ളി എന്നറിയപ്പെടുന്ന പള്ളിയിലേക്ക് കാണാൻ വേണ്ടി സിയാർത്ത് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടേക്കും തന്നെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ സിയാർത്ത് ചെയ്യുന്നത്. അങ്ങനത്തെ അവിടുന്ന് എല്ലാവരും കൂടി ദുആ ചെയ്തു. അതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഇറങ്ങിയിട്ടോ. അതിനടുത്തുള്ള വേറൊരു മക്കാമിലേക്കാണ് ഈ പോകുന്നത്. ഇവിടെയും തന്നെ നല്ല വെയിലാണ് കേട്ടോ, നല്ല ചൂടുണ്ട്. ഇവിടെയും തന്നെ മണലാണ് കേട്ടോ. കാല് ഫുള്ളായിരുന്നു കേട്ടോ ചെരുപ്പൊക്കെ ഊരിടുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ. അതിന് ശേഷം അവിടുത്തെ സിയാർത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും റൂമിലെത്തിയിട്ടോ. എന്നിട്ട് കുളിച്ച് വൃത്തിയായി അടുത്ത സിയാർത്തിന് പോകാനുള്ള ഒരുക്കത്തിലായിട്ടോ. അപ്പോഴേക്കും എല്ലാവരും റെഡിയായി. റൂം പിന്നെ അവർക്ക് ഒഴിവാക്കി കൊടുക്കും വേണമല്ലോ. നമ്മൾ 10 മണി വരെ ആയിരുന്നു കേട്ടോ ടൈം പറഞ്ഞിരുന്നു റൂമിന്. നമ്മളിത് അവിടുന്ന് വന്നപ്പോഴേ ഒക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇത് 1:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്നൊരു റൂം അവർ ഒഴിവാക്കി കൊടുക്കാൻ പറഞ്ഞു. നമ്മളെ റൂം അതാണ്ട് ഒഴിവാക്കി കൊടുത്തു കേട്ടോ. അപ്പോഴേക്കും ആ റൂമിൽ ആൾ വന്നും ചെയ്തു. അങ്ങനെ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് റൂം ഇറങ്ങിട്ടോ. നെക്സ്റ്റ് പോണത് കീഴക്കരയിലുള്ള ജിന്നു പള്ളി എന്നറിയപ്പെടുന്ന പള്ളിയിലോട്ടാണ് കേട്ടോ. ഈ പള്ളിയിലേക്കും തന്നെ ഏർവാടിയിൽ നിന്ന് കുറച്ചധികം ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ കുളിച്ച് ഒക്കെ റെഡി ആയതിന് ശേഷം എല്ലാവരും ഇറങ്ങി. നമ്മൾ 2 ദിവസത്തെ ട്രിപ്പാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷേ 2 ദിവസം കൊണ്ടൊന്നും നമുക്ക് ശരിക്കും ടൈമൊന്നും കിട്ടിയില്ല കേട്ടോ. എന്നാലും ഉള്ള ടൈം കൊണ്ട് നമ്മൾ എല്ലായിടത്തൊന്നും സിയാർത്ത് ചെയ്തു. പക്ഷേ ഇങ്ങനെ തോന്നട്ടോ 2 ദിവസം ഒന്നും പോരാന്ന് ഇങ്ങനെ തോന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ദിവസം വെച്ചത് നമ്മൾ മദ്രസ സ്കൂളിൽ ഒരുമിച്ചൊരു വെക്കേഷൻ 10 ദിവസത്തെ ലീവ് കിട്ടിയതല്ലേ, അതേട്ടോ ഈ ടൈമിൽ ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ അതിൻ്റെ മുന്നേ ഉള്ള ഓരോ ഡേറ്റ് വെച്ചപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ പരിപാടിയൊക്കെ ആയിപ്പോയി. അങ്ങനത്തെ കുറച്ചൊന്നും നീണ്ടതാണ് കേട്ടോ. പിന്നെ മദ്രസം തുറക്കാറായില്ലേ. അങ്ങനത്തെ അൽഹംദുലില്ലാ ഞങ്ങൾ ജിന്നുപള്ളിയിൽ എത്തിയിട്ടോ. അങ്ങനെ ഞങ്ങൾ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോവാണേ. ഇവിടെ എത്തിയപ്പോഴും തന്നെ നല്ല ചൂടാണ് കേട്ടോ. പിന്നെ ഇവിടെയും തന്നെ മണലാണേ. എവിടെ പോയി കഴിഞ്ഞാൽ കൂടുതൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ, കാരണം വെയിൽ കൊണ്ട്. പിന്നെ ഇങ്ങനെ നടക്കുമ്പോൾ ഒക്കെ പോയിട്ട് വെയിലെന്ന് വെച്ചാൽ നല്ല വെയിൽ. പിന്നെ നമ്മൾ വണ്ടി കയറി കഴിഞ്ഞാലാണെന്നുണ്ടെങ്കിൽ വണ്ടി ഇങ്ങനെ പോകും തോറും കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല കേട്ടോ. വണ്ടി നിർത്തി കഴിഞ്ഞാലെന്നുണ്ടെങ്കിൽ പെരും ചൂട്, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങനത്തെ പെണ്ണുങ്ങൾ ഇവിടുന്ന് സിയാറത്ത് ചെയ്തു, ആണുങ്ങൾക്കായിട്ട് ഇവിടെ ആയിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് സിയാറത്തൊക്കെ ചെയ്തു. പിന്നെ അത് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഈ പള്ളിക്ക് ജിന്നു പള്ളി എന്ന് പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ജിന്നുകൾ ഒറ്റ രാത്രി കൊണ്ട് നിർമ്മിച്ച പള്ളിയാണ് അത്ര കേട്ടോ. അതുകൊണ്ടാണ് അത്ര ഈ പള്ളിക്ക് ഇങ്ങനെ പേര് വരാൻ കാരണം കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതേ മരങ്ങളും പിന്നെ ഓരോരോ കല്ലുകൊണ്ട് കൊത്തുപണികളൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഈ പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനെക്കുറിച്ചിട്ടുള്ള വിശദമായ വിവരങ്ങളാണ് കേട്ടോ ഈ ബോർഡിൽ കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ഒന്ന് വായിച്ച് നോക്കാൻ കഴിയുന്നവരൊന്ന് വായിച്ച് നോക്കണേ. അങ്ങനെ അൽഹംദുലില്ലാ അവിടുത്തെ സിയാറത്തും കഴിഞ്ഞ് ഞങ്ങളിതായി ഇറങ്ങി കേട്ടോ. ഇതോടുകൂടെ നമ്മുടെ സിയാറത്തൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ പോയത് രാമേശ്വരത്തിനടുത്തുള്ള പാമ്പം പാലം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഒക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അത്യാവശ്യത്തിന് ലെങ്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ലെങ്ത്ത് കൂടി പോകും. അതിൽ പിന്നെ ധനുഷ്കോടി കാണാൻ പോയതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.